ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞല്ലോ, ബൈഹഖിയിലുണ്ട്, നബിയെ ഞാൻ ഇന്നാലിന്ന ജൂതൻ്റെ ആട്ടിടയനാണ്, ഞാൻ മുസ്ലിം ആവണമെന്നല്ലേ തങ്ങൾ പറയണത്, സ്വഹാബത്ത് എന്നെ കൂട്ടിയിട്ട് വന്നതാ, ഞാൻ മുസ്ലിം ആയാലും എനിക്കെന്താ കിട്ടുക? സ്വർഗം കിട്ടും. സ്വർഗം കിട്ടും അല്ലേ? ഞാനാ സ്വർഗത്തിലെത്താനാ? ഒന്ന് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കോലും ഇല്ലാത്ത ആളാണ്, ഒരു സൗന്ദര്യമില്ല. കോലും ഇല്ലാതെ മാത്രമല്ല, ഖബീഹുൽ വജ്ഹ്, മുഖമൊക്കെ ഒരു കോലക്കേടുള്ള ആളാണ്. പിന്നെ എല്ലാവരും പരിഗണിക്കും കുറച്ച് പണമൊക്കെ ഉണ്ടെങ്കിൽ, വല മാലലി, എനിക്കൊരു സമ്പത്തുമില്ല. പിന്നെ വേറൊന്നുണ്ട് നബി, ആരും എന്നോട് അടുക്കൂല, മുന്തിനൊരു രീഹ്, എന്നെ അടുത്താൽ തന്നെ ഒരു നാറുന്ന ഒരാളാണ്, വാസനിക്കും. സ്വർഗ്ഗം അല്ല തരുമോനെ എന്ന് പറഞ്ഞ ആ സ്വഹാബി യുദ്ധത്തിന് പങ്കെടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ശത്രു എറിഞ്ഞ കല്ല്, വേറെ റിപ്പോർട്ടിൽ അമ്പ് മുഖത്ത് തറച്ചു, ഷഹീദായി. റസൂലുള്ളാഹി ആ സ്വഹാബിനെ കുറിച്ച് പറഞ്ഞ വർത്താനം എന്താ അറിയാം? നേരെ സ്വർഗത്തേക്ക് പോയി എന്നാ. ഒരു നിസ്കാരം എടുക്കട്ടെ, ഒരു സുജൂദ് പോലും ആ സ്വഹാബി ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഭാഗ്യവാൻ, മഹാഭാഗ്യവാൻ. വലം യസ്ജുദ് ലില്ലാഹി ഖത്തു, ഒരു സുജൂദ് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മയ്യത്തിനെ അടുത്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ച്, എന്താ തങ്ങൾ ആ സ്വഹാബിയോട് ഒരു ഇല്ല, പിന്നെന്താ സ്വീകരിക്കാൻ 2 ഹോറലീങ്ങൾ വന്നിട്ടുണ്ട്, ഓര് കൈകാര്യം ചെയ്തോട്ടെ, ഞാൻ പിന്നെ ഓരോ നോക്കണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയതാണ്. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. ആഖിബത്ത് നന്നാകുന്ന കോലം അല്ലാഹ് ഏറ്റെടുത്ത വിഭാഗം. ആരെയും നിസ്സാരാക്കാനും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ പോകണ്ട.